അതൊരു പരസ്യ പോരിന്റെ വിഷയമല്ല. അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പൊതുവെ ഉണ്ടായത്. അത് പൊതുവിലുള്ള ഒരു പരാജയമാണ്, ജനങ്ങളുടെ ഒരു വിധിയെഴുത്താണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് LDF തിരിച്ചു വരേണ്ടത്? ആ വഴികൾ അന്വേഷിക്കുന്ന ഒരു അന്വേഷണത്തിന്റെ മധ്യത്തിലാണ് ഞങ്ങളെ പാർട്ടി LDFന്റെ ഒരു ഉപനേതാവ് എന്ന ഒരു സ്ഥാനം CPIക്ക് അർഹമാണ്. അത് ആലോചിക്കണം എന്ന് ഞങ്ങളുടെ നിർദ്ദേശം പരസ്യമായി ഞങ്ങൾ പറഞ്ഞു. അത് ആരുടെയെങ്കിലും വ്യക്തിപരമായ അഭിപ്രായമല്ല, CPIയുടെ പാർട്ടി ഘടകങ്ങൾ ചർച്ച ചെയ്ത് എടുത്ത ഒരു തീരുമാനമാണ്. ആ തീരുമാനമാണ് പാർട്ടി സെക്രട്ടറി പരസ്യമായി പറഞ്ഞത്. അതിന് വളരെ പ്രകോപനപരമായ ഒരു പ്രതികരണമാണ് CPMൽ നിന്നുണ്ടായത്. ഒരു ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യം, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ തിരിച്ചടി, ഇന്ത്യയിലാകെ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകേണ്ടത് എന്ന ഒരുപാട് ചർച്ച നടത്തിയ ഒരു പാർട്ടിയാണ് CPI. ഞങ്ങൾക്ക് തോന്നി ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പുതിയ പുതിയ മുഖങ്ങൾ വരണം. എന്നും ഒരേ മുഖവും കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. പുതിയ മുഖങ്ങൾ വരട്ടെ. ഒരുപാട് ആളുകളുണ്ട്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ, LDF എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയോ ഒരു നേതാവോ അല്ല. അത് നമ്മുടെ നരേന്ദ്രമോദിയുടെ മുദ്രാവാക്യമല്ല, ഒരു രാജ്യം, ഒരു പാർട്ടി, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു റേഷൻ കാർഡ്. അതുപോലെ ഇടതുപക്ഷത്തിലല്ല, ബഹുവിധമായ പാർട്ടികൾ, ജനാധിപത്യ പാർട്ടികൾ, ഇടതുപക്ഷ പാർട്ടികൾ, പ്രാദേശിക പാർട്ടികൾ, ഒരേ അഭിപ്രായമുള്ള കേരളത്തിന്റെ സമഗ്രമായ ഒരു പുരോഗതിക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടികളും വ്യക്തികളും ചേരുന്നൊരു വലിയ മഹാപ്രസ്ഥാനമാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. ഇന്ത്യയിലും ഇടതുപക്ഷം അങ്ങനെയാണ് വരാൻ പോകുന്നത്. കാരണം ഇവിടെ ഒരുപാട് കാര്യങ്ങളെല്ലാം പറയുന്നു. CPIക്ക് പണ്ട് കോൺഗ്രസിന്റെ ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ ഒരുപാട് ചില ആളുകളൊക്കെ പറയുന്നത്. എന്തിനാണ് അതൊക്കെ ഇപ്പോൾ പറയുന്നത്? ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, എനിക്കൊട്ടും മനസ്സിലായിട്ടില്ല. ഞാൻ CPI കോൺഗ്രസുകാരുടെ മുന്നണിയിൽ ഞാൻ പ്രവർത്തിച്ചതാണ്. അച്യുതമേനോന്റെ കാലത്ത് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CPMന്റെ നേതാവ് CN മോഹനാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. CPI എക്കാലവും അധികാരമോഹങ്ങൾക്ക് വേണ്ടിയിട്ട് ആർക്കൊപ്പവും നിൽക്കും, കോൺഗ്രസിനൊപ്പം നിന്നതും അതുകൊണ്ടാണ്. ഇപ്പോഴും ഒരു സമ്മർദ്ദ തന്ത്രം കൊണ്ടുവന്ന് CPMനെ പ്രതിരോധത്തിലാക്കി സ്ഥാനം നേടിയെടുക്കാനാണ് ശ്രമിക്കുന്നതെന്നുള്ള ഒരു പരസ്യമായി ഇപ്പോൾ ഒരു ക്യാമ്പയിൻ CPMന്റെ ഒട്ടുമിക്ക നേതാക്കളുടെയും ഭാഗത്തുനിന്ന് ഉയർന്നിരിക്കുകയാണ്, സമൂഹ മാധ്യമങ്ങളിലടക്കം. അല്ല, അത് മോഹൻ എന്താണ് അങ്ങനെ പറഞ്ഞതെന്നും അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ വെളിപാടുണ്ടായെന്നും എനിക്കറിയില്ല. അതൊക്കെ ഞങ്ങൾ നിസ്സാരമായി തള്ളിക്കളയാണ്. മോഹനന്റെ അഭിപ്രായമോ ചങ്കരന്റെ അഭിപ്രായമോ ഞങ്ങൾക്ക് പ്രശ്നമല്ല. CPMന്റെ അഭിപ്രായം അറിയണം. അതിനാണ് ഞങ്ങളിരിക്കുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ രണ്ടാമത്തെ കക്ഷിയായ CPI ആർക്കും നഷ്ടമില്ലാത്ത, ആർക്കും ദ്രോഹം ചെയ്യാത്ത, നിരുപദ്രവമായ ഒരു രാഷ്ട്രീയ പദവിയാണ് ചോദിച്ചത്. അതല്ലാതെ ഔദ്യോഗികമല്ല. അത് അങ്ങനെ സ്ഥാനമുണ്ടോ, കാറുണ്ടോ, പേഴ്സണൽ സ്റ്റാഫുണ്ടോ, അധികാരമുണ്ടോ, അതൊന്നുമല്ല. ഒരു രാഷ്ട്രീയ അംഗീകാരമാണത്. ഇടതുപക്ഷത്തിലെ രണ്ടാമത്തെ ഘടകകക്ഷിയും ഒരുപാട് പരീക്ഷണങ്ങൾ ഇടതുപക്ഷത്തിന് വേണ്ടി നടത്തിയ മുറിവേറ്റ ഒരു പാർട്ടിയാണ് CPI. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്, ഇനിയൊരു മാറ്റം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതിലൊരു ആശങ്കയും വേണ്ട എന്നാണ് പിണറായി വിജയൻ ഇത് പറഞ്ഞത് ഏറ്റവും ഒടുവിൽ. അല്ല, അദ്ദേഹത്തിന് പറയേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാന്നുള്ളതല്ലാതെ ഇടതുപക്ഷത്തിന്റെ കുത്തക ആർക്കും കൊടുത്തിട്ടൊന്നുമില്ല. LDFന്റെ ഹോൾസെയിൽസ് ഒന്നും ആരും ഏറ്റെടുക്കണ്ട. LDFിലുള്ള ഘടകകക്ഷികൾ എല്ലാവർക്കും തുല്യ അവകാശമുണ്ട്. അവരഭിപ്രായം പറയും, അവരാവശ്യങ്ങൾ ഉന്നയിക്കും.
കൂട്ടായി ചർച്ച ചെയ്യണം, ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം. അതല്ല ഏതെങ്കിലും ഒരു പാർട്ടി ഓൺ ദ വേ ഒരു മറുപടി പറഞ്ഞിട്ട് പോകാൻ പറ്റിയതല്ല രാഷ്ട്രീയം. രാഷ്ട്രീയത്തെ അത്ര ഒരു നിസ്സാരവൽക്കരിച്ചാണ് അതിന് മറുപടി പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ പദവിക്കൊന്ന് ചോദിച്ചതല്ല. അത് അദ്ദേഹം ഇവിടെ 10 കൊല്ലം ഞങ്ങൾ അദ്ദേഹത്തിനൊന്നും പറഞ്ഞില്ലല്ലോ. 10 കൊല്ലം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നല്ലോ. CPI ഒരക്ഷരം പറഞ്ഞില്ലല്ലോ. പറയാനില്ലാത്തതുകൊണ്ടാണോ ഇപ്പോൾ അവരുടെ പാർട്ടി തന്നെ പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് അവർക്ക് ഈ തിരിച്ചടികളുണ്ടായി? അപ്പം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് വളരെ ഒരു രാഷ്ട്രീയമായ അത് ശരിയല്ല എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. ഇപ്പോ അങ്ങ് സൂചിപ്പിച്ചതുപോലെ മുന്നണിയിലായാലും പാർട്ടിയിലായാലും പുതിയ ആൾക്കാർ മുന്നോട്ട് വരണം, പുതിയ മുഖങ്ങൾ വരണം. കഴിഞ്ഞ 10 കൊല്ലം അതിനുശേഷം നേരിട്ട തെരഞ്ഞെടുപ്പിൽ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു ഒറ്റ നേതാവെന്ന രീതിയിലേക്ക് മാറി. അതിന്റെ കട്ടൌട്ടുകളാണ് കേരളത്തിലെ പാറശാല മുതൽ തലപ്പാടി വരെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടത്. അതൊരു തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ഒരു കാരണങ്ങളിൽ ഒന്നാണ് എന്നുള്ളതാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. ഇല്ല, ഞാൻ എൻ്റെ ഒരു ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഫ്ലക്സുകളല്ല നേതാക്കന്മാരെ സൃഷ്ടിക്കണം. ഇപ്പോൾ കുറെ ഫ്ലക്സ് എനിക്ക് കുറെ കാശുണ്ടാക്കില്ല. എൻ്റെ വീട് നിറച്ച് കുറെ ആർട്ടിസ്റ്റിനെ വിളിച്ച് എൻ്റെ പടം വരച്ച് കാസർഗോഡ് വല്ല ഇതുവരെ വയ്ക്കാനുള്ള ഏർപ്പാട്. ഇപ്പോൾ എന്താ അതിനൊരുപാട് കോൺട്രാക്ട് ഉണ്ട്, കമ്പനികളുണ്ട്, PR കമ്പനികളുണ്ട്. പേയ്മെന്റ് മാത്രം നടത്തിയാൽ മതി. അങ്ങനെ ആർക്കെങ്കിലും നേതാവാകാൻ പറ്റുമോ? ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത് തല്ലുകൊണ്ട് കോടതിയിൽ പോയി ജാമ്യമെടുത്ത് ജയിലിൽ പോയി ഒരുപാട് തിക്ത അനുഭവങ്ങൾ അത് ജനങ്ങൾ നോക്കി നിൽക്കുകയാണ്. അയാൾ സമരം ചെയ്യേണ്ടത് നമുക്ക് വേണ്ടിയാണ്, സമൂഹത്തിന് വേണ്ടിയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യം വരുമ്പോഴാണ് ജനങ്ങൾ അയാളെ നേതാവായി സ്വീകരിക്കുന്നത്. അല്ലാതെ വളരെ കളർഫുൾ കുറെ ഫോട്ടോ വെച്ചാൽ നടക്കും. അങ്ങനെയുടെ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പടം വെച്ചാൽ മതിയായിരുന്നല്ലോ. പടവും ഫ്ലക്സും ഒന്നും അല്ല. നേതാവെന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു രൂക്ഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ജനങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവനാണ് നേതാവ്. അല്ലാതെ ഏതെങ്കിലും ഒരു അഭിപ്രായം വന്നുകൊണ്ട് അത് തട്ടിക്കളയുക, അവർക്ക് അവകാശമില്ല, അങ്ങനെ ഞാൻ ചെയ്യില്ല, ഞാനൊരു കത്ത് കൊടുത്താൽ മതി, അങ്ങനെയൊക്കെ പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വേറെ ഒന്ന് പറയാം. അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരി തന്നെ അത് അംഗീകരിക്കുന്നത്. വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞ നേതാവാണല്ലോ അദ്ദേഹം. CPM-കാരെന്താ മിണ്ടാത്ത? വേറെ ആരെങ്കിലും പറഞ്ഞാൽ അവർ വിടുവോ? CPM-ന് നേതാക്കന്മാരില്ലേ, പാർട്ടിയില്ലേ, കമ്മിറ്റിയില്ലേ, സെക്രട്ടേറിയറ്റ് ഇല്ലേ, പോളിറ്റ് ബ്യൂറോ ഇല്ലേ? അവരൊക്കെ എന്താ ഒരു തീരുമാനം പറയാത്ത? ഞങ്ങൾ CPI ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്, എന്താണ് CPM-ന്റെ അഭിപ്രായം? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അല്ലാതെ പിണറായി വിജയന്റെയോ ശങ്കരന്റെയോ ഗോവിന്ദന്റെയോ അഭിപ്രായം ഞങ്ങൾക്ക് അറിയണ്ട. CPM-നെയാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്, CPM-നെയാണ് ഞങ്ങൾ യോജിക്കുന്നത്. CPI-യും CPM-ഉം തമ്മിലുള്ള ബന്ധമാണ്, അല്ല വ്യക്തികൾ തമ്മിലുള്ള ബന്ധമല്ല. ഈ പരാജയപ്പെട്ടതിന് ശേഷവും CPM കൃത്യമായ പാഠങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അത് അവരുടെ ആഭ്യന്തര പ്രശ്നം. അവർ വേണമെങ്കിൽ പഠിക്കട്ടെ. അതിപ്പോൾ നമ്മളാരും ഞങ്ങളെ പോലെ ഒരു പാർട്ടി അവരെ പഠിപ്പിക്കാനൊന്നുമുള്ള ശക്തിയൊന്നും ഞങ്ങൾക്കില്ല. അതിൽ വലിയ പാണ്ഡിത്യങ്ങളുണ്ട്. പണ്ഡിതന്മാരെല്ലാം അപ്പുറത്ത് നിൽക്കുന്നവരാണ്. അവരുടെ പാണ്ഡിത്യം തെളിയിക്കട്ടെ. അവരെയൊന്നും ഞങ്ങൾ കറക്റ്റ് ചെയ്യാനൊന്നും പോകണില്ല. ഞങ്ങളുടെ പ്രശ്നം പറഞ്ഞത് അത്രയേ ഉള്ളൂ. ഒരു ഉപനേതാവ് എന്നുള്ള വളരെ ലളിതമായ ഒരു കാര്യം പറഞ്ഞതിന് ഇത്രയും മാധ്യമങ്ങൾക്ക് ഡിബേറ്റ് ചെയ്യാനുള്ള വിഷയങ്ങൾ ഇട്ടുകൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ?